ഒന്ന് അനുകൂലമായിട്ട് വന്ന സംഗതികൾ എന്ന് പറയുന്നത് അതുവരെ ഫാസിസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അന്താരാഷ്ട്ര മാനങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഫാസിസ്റ്റ് ചർച്ചകളായിരുന്നു. ഹിറ്റ്ലർ, മുസോളിനി തുടങ്ങിയ ഒരു ഇൻ്റർനാഷണൽ ഫാസിസത്തിൻ്റെ അതേപടി പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് ഇന്ത്യൻ ഫാസിസം എന്നുള്ള നിലയ്ക്കുള്ള ഒരു ചിന്താഗതിയായിരുന്നു ഇതിനെതിരെ നിൽക്കുന്ന മനുഷ്യരിൽ രൂഢമൂലമായിരുന്നത്. ഇത് വന്നപ്പോൾ ഒരു ഇന്ത്യൻ ബ്രാഹ്മണിസം എങ്ങനെയാണ് ഫാസിസ്റ്റ് രൂപമായിട്ട് പരിവർത്തിപ്പിക്കുന്നതെന്നുള്ള ഭാഗത്തേക്ക് കുറച്ചുകൂടി വെളിച്ചം വീശാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ പുസ്തകത്തിൽ. അപ്പോൾ അത് പലരുടെ ഐ ഓപ്പണറായിരുന്നു. ഇങ്ങനെ ഒരു ഇന്ത്യൻ റൂട്ടുണ്ട്, ഇന്ത്യൻ പേര് അതിനുണ്ട് എന്നുള്ളതും അത് ശ്രദ്ധിക്കണം എന്നുള്ളൊരു തിരിച്ചറിവ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട്. പ്രതികൂലമായിട്ട് ഇപ്പം ആർ എസ് എസിൻ്റെ ഭാഗത്തു നിന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല തരത്തിലുള്ള തെറിവിളി അല്ലാതെ മറ്റൊരു തരത്തിലുള്ള ഒരു ക്രിയാത്മക വിമർശനം കണ്ടിട്ടില്ല. ഒരു വിമർശനം പ്രധാനമായിട്ട് വന്നത് ആ പുസ്തകം ഇപ്പം ഞാനത് പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇത് വലിയ ഒരു ഗ്രൗണ്ട് ലെവൽ ഗവേഷണം നടത്തിയിട്ടൊന്നും അല്ല ചെയ്തിട്ട്, ഇത് പൊളിറ്റിക്കൽ പുസ്തകമായിട്ടാണ് ഞാൻ തന്നെ വിഭാവനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അത് ഒരർത്ഥത്തിൽ അത് ഒരു ജേർണലിസത്തിൻ്റെ ഒരു ഉന്നത രൂപമാണ് എന്ന് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ച ധാരാളം പുസ്തകങ്ങൾ വായിക്കുകയും അതൊക്കെ ചേർത്ത് വെച്ചിട്ട് എൻ്റേതായിട്ടുള്ളൊരു ആശയത്തിലേക്ക് അതൊക്കെ ചേർത്ത് വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഗ്രൗണ്ട് ലെവൽ ആയിട്ടുള്ള ഇപ്പം ഉദാഹരണമായിട്ട് ഞാൻ ഗാന്ധിയുടെ കാര്യങ്ങൾ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. അതല്ലാതെ ഇപ്പം ഈ പറയുന്ന തരത്തിൽ ഇവരുടെ വലതുപക്ഷ നാഗ്പൂർ പോലും ഞാൻ പോയിട്ടില്ല. RSSൻ്റെ കേന്ദ്ര കാര്യാലയത്തിരിക്കുന്ന നാഗ്പൂർ പോലും ഞാൻ പോയിട്ടില്ല. അപ്പോൾ ആ തരത്തിലുള്ളൊരു വിമർശനമാണ് അതിന് എതിരെ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിമർശനം. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമായിട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ തന്നെ അതിൻ്റെ പരിമിതി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ആ തരത്തിൽ ഉള്ള വിമർശനത്തിൽ ഓക്കെ ദാറ്റ്സ് ഓൾ എന്നുള്ള തരത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അത് ഈ ബ്രാഹ്മണിസത്തിന്, പ്രത്യേകിച്ച് ഈ ചിത്പാവൻ ബ്രാഹ്മിൻസിന് അത്തരത്തിലൊരു ഭയം ഇല്ല. കാരണം അവർ നേരിട്ട് രാജ്യം ഭരിച്ച ആൾക്കാരാണ്. ശിവജി കഴിഞ്ഞിട്ട് ശിവജിയുടെ കൂടെ നിന്ന് പിന്നെ പേഷ്വ സാമ്രാജ്യമാകുമ്പോൾ ഇന്ത്യയിൽ മറ്റ് ബ്രാഹ്മണർക്കില്ലാത്ത തരത്തിലുള്ള ഒരു റോള് ചിത്പാവൻ ബ്രാഹ്മിന് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഇന്ത്യയിൽ ബാക്കി എല്ലാ സ്ഥലത്തും ബ്രാഹ്മണിക മേൽക്കോയ്മ ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാ പ്രിൻസിലി സ്റ്റേറ്റിലും ഈവൻ ബ്രിട്ടീഷ് ഭരണ പ്രദേശങ്ങളിലും അവർക്ക് പ്രിവിലേജ് ഉണ്ടായിരുന്നു. പക്ഷെ നേരിട്ട് രാജ്യം ഭരിക്കുക എന്ന് പറയുന്നത്, നേരിട്ട് രാജ്യം ഭരിക്കുമ്പോൾ ഈ കൊല്ലലും ചാവലും എന്ന് പറയുന്നത് അതിൻ്റെ ഒരു നിത്യ സംഭവമാണ്. പ്രത്യേകിച്ച് മറാഠ സാമ്രാജ്യത്തിൻ്റെ ചരിത്രം നോക്കിയാൽ അറിയാം. അവരൊരു കാലത്ത് സിന്ധ് മുതൽ ഇവിടെ തഞ്ചാവൂർ വരെ വ്യാപിച്ചിരുന്ന ഒരു വലിയ സാമ്രാജ്യമായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു പ്രത്യയശാസ്ത്രം അവരുടെ ഉള്ളിൽ തന്നെ ജനിതകമായിട്ട് തന്നെ അത് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗാന്ധിയെ കൊല്ലുക എന്ന് പറഞ്ഞാൽ നമ്മളത് ഇപ്പോൾ കപൂർ കമ്മീഷൻ്റെ ഏടുകളിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മിഷൻ. അവരുടെ ഒരു ദൗത്യമായിരുന്നു അത്. ഇയാൾ നിന്ന് കഴിഞ്ഞാൽ ഹിന്ദുക്കൾ ഷണ്ഡീകരിക്കപ്പെടുന്നു പറയുന്ന ആരോപണം, പിന്നെ മുസ്ലിം അപ്പീസ്മെൻ്റ് എന്ന് പറയുന്ന മറ്റൊരു സംഗതി. അപ്പോൾ അതുകൊണ്ട് ഇയാൾ ഒറ്റയ്ക്ക് തടയുക എന്ന് പറഞ്ഞാൽ ഇവരുടെ സ്വപ്നം ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് നിന്ന് തടയുക. പ്രത്യേകിച്ച് ഈ പറയുന്ന ബംഗാളിലും ബീഹാറിലും ഒക്കെ ചോരപ്പുഴ ഒഴുകുമ്പോൾ അവിടെ വേറെ ആരുമില്ല. ഈവൻ ഗവൺമെൻറ്റിൻ്റെ അപ്പാരറ്റസ് പോലും പ്രവർത്തിക്കുന്നില്ല. അപ്പം ഇയാൾ ഒറ്റയ്ക്ക് അവിടെ നിന്നിട്ട് തടയുക. സ്വാഭാവികമായിട്ട് അത് വെട്ടി നീക്കണം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ്. അപ്പം അതുകൊണ്ട് ഈ വയലൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ബ്രാഹ്മണിസത്തിൽ ഉൾച്ചേർന്നിട്ടുള്ള ഒരു സംഗതിയാണ്. അത് ഫിസിക്കൽ വയലൻസ് ആവാം, സ്ട്രക്ചറൽ വയലൻസ് ആവാം, പലതരത്തിലുള്ള വയലൻസിൻ്റെ രൂപം പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്.